കിലോയ്ക്ക് 1000 രൂപ വരെ. ഉണ്ടെന്നറിഞ്ഞാൽ റാഞ്ചിയെടുക്കാൻ ആളെത്തും. എന്നിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമില്ല. അധികം ചെലവില്ല, പരിചരണവും തീരെ വേണ്ട. പക്ഷേ ഉൽപ്പന്നത്തിന് മികച്ച വില എപ്പോഴും ഉറപ്പ്. കുറഞ്ഞത് കിലോയ്ക്ക് 300 രൂപയെങ്കിലും കിട്ടും. സമയമനുസരിച്ച് വില ചിലപ്പോൾ 1000 രൂപ വരെ എത്തും. നമ്മുടെ സ്വന്തം കാന്താരിമുളകിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പണ്ട് തൊടിയിലും പറമ്പിലുമൊക്കെ തനിയെ കിളിർത്തു വന്നിരുന്ന കാന്താരിക്ക് വില കൂടിയതും ആവശ്യക്കാർ വർദ്ധിച്ചതും കുറച്ചു കാലം മുമ്പാണ്. ഉണ്ടെന്നറിഞ്ഞാൽ കുത്തിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണിപ്പോൾ. ഇതാണ് അവസ്ഥയെങ്കിലും കേരളത്തിൽ കാന്താരിയുടെ കൃഷി ആവശ്യത്തിന് ഇല്ലെന്നതാണ് സത്യം. പല നിറത്തിലുള്ള കാന്താരി മുളകുകൾ ഉണ്ടെങ്കിലും പച്ച നിറത്തിലുള്ള തനി നാടൻ കാന്താരിക്കാണ് വിലയും ആവശ്യക്കാരും കൂടുതൽ. വളരെ എളുപ്പത്തിൽ എവിടെയും കൃഷി ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പേരിന് മാത്രം വളവും വെള്ളവും കൊടുത്താൽ മതി. ഒരിക്കൽ കൃഷി ഇറക്കിയാൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും നന്നായി വിളവ് ലഭിക്കും. മാർച്ച് അവസാനമാണ് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം. നല്ല പഴുത്ത മുളകിൽ നിന്ന് വേണം വിത്ത് ശേഖരിക്കാൻ. വേർതിരിച്ചെടുത്ത വിത്തുകൾ തണലത്ത് ഉണക്കിയെടുക്കണം. ജലാംശം അല്പം പോലും ഇല്ലെന്ന് ഉറപ്പിക്കണം. പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വേണം വിത്ത് പാകാൻ. പാകുന്നതിന് അരമണിക്കൂർ മുമ്പ് വിത്ത് വെള്ളത്തിൽ കുതിർക്കണം. വെള്ളത്തിന് പകരം സ്യൂഡോമോണസിൽ കുതിർത്താൽ രോഗം വരുന്നത് കുറയും. വിത്തുകൾ മണ്ണിൽ തറനിരപ്പിൽ നിന്ന് അധികം താഴേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പിക്കണം. താഴേക്ക് പോയാൽ കിളുക്കാൻ സാധ്യത കുറവാണ്. നനയ്ക്കാൻ മറക്കരുത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിത്തുകൾ കിളിർത്തു വരുന്നത് കാണാം. 2 ഇല വന്നു കഴിഞ്ഞാൽ തൈകൾ കൃഷിയിടത്തിലേക്കോ ഗ്രോ ബാഗിലേക്കോ മാറ്റി നടാം. തൈ പറിച്ചു നടന്ന സ്ഥലത്തെ കല്ലും കട്ടയുമൊക്കെ നീക്കി ജൈവവളങ്ങൾ അടിവളമായി ചേർക്കാൻ മറക്കരുത്. മുകളിലേക്ക് വളരുന്ന ശിഖരങ്ങളുടെ മുള നുള്ളിയെടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ വളരാനും നല്ല വിളവ് ലഭിക്കാനും കാരണമാകും. തൈകൾ പറിച്ചു നട്ടാൽ 1 മാസം കൊണ്ട് വിളവ് ലഭിച്ചു തുടങ്ങും. വിളവെടുത്ത ശേഷം ചെടിയുടെ മൂടിളക്കി ജൈവവളം കൊടുക്കുന്നത് പ്രയോജനം ചെയ്യും. അധികം കീടങ്ങളൊന്നും കാന്താരിയെ ബാധിക്കാറില്ല. എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക. ഏകദേശം 1 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണ് കാന്താരിമുളക്. വെളുപ്പ് കലർന്ന പച്ച നിറത്തോടു കൂടിയ പൂക്കളാണ് ഇതിനുള്ളത്. കായ്ക്കൾക്ക് പച്ച നിറവും പാകമാകുമ്പോൾ ചുവപ്പോ മഞ്ഞ കലർന്ന ചുവപ്പോ നിറമായിരിക്കും. വളരെയധികം എരിവ് കൂടിയ ഒരു മുളകാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. വിശപ്പ് വർദ്ധിപ്പിക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും കാന്താരിക്ക് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവിനെ നിയന്ത്രിക്കാനും കാന്താരി ഉപയോഗിക്കാം. രക്തത്തെ നേർപ്പിക്കുന്ന ഘടകങ്ങളും കാന്താരിയിലുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ കാന്താരി വാതരോഗങ്ങൾക്ക് ശമനമുണ്ടാക്കുവാനും അജീർണം, വായുക്ഷോഭം, പൊണ്ണത്തടി, പല്ലുവേദന തുടങ്ങിയവ ഭേദപ്പെടുത്തുവാനും ഉപയോഗിച്ചു പോരുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാൻ കാന്താരി ഉപയോഗിക്കുന്നു. കാന്താരി അരച്ച് സോപ്പ് ലായനിയിൽ കലക്കി കീടനാശിനിയായും ഉപയോഗിക്കുന്നു. കാന്താരി മുളകിന് സാധാരണ കീടങ്ങളുടെ ആക്രമണ സാധ്യത മറ്റു ചെടികളെക്കാൾ കുറവാണ്. ഇലപ്പൻ രൂപത്തിലുള്ള ഒരു കീടം ഇലകൾക്കിടയിൽ വന്നു നിറയുന്നതാണ് പ്രധാന കീടബാധ. ഇതിന് പരിഹാരമായി വേപ്പെണ്ണ നേർപ്പിച്ച് തളിക്കുകയോ ഗോമൂത്രം തളിക്കുകയോ ചെയ്താൽ മതി. കാന്താരിമുളകിന്റെ ഇലകൾ ചുരുണ്ട് വളർച്ച മുരടിക്കുന്നതും ഒരു രോഗമാണ്. ചുരുണ്ടു നിൽക്കുന്ന ഭാഗങ്ങൾ മുറിച്ചു മാറ്റി കട്ടിയായി തണുപ്പിച്ച കഞ്ഞിവെള്ളം തളിച്ചു കൊടുത്താൽ ഇല ചുരുളൽ പൂർണ്ണമായി മാറിക്കിട്ടും. കഞ്ഞിവെള്ളം കാന്താരിമുളകിന്റെ ചുവട്ടിൽ തുടർച്ചയായി ഒരാഴ്ച ഒഴിച്ചു കൊടുക്കുന്നത് മുളകിന്റെ വളർച്ച ത്വരിതപ്പെടുത്താനും ഇടയാക്കും. കാന്താരിമുളകിന്റെ നഴ്സറി തയ്യാറാക്കുന്നത് ജനുവരി മാർച്ചിലായാൽ തുടർന്നുള്ള മാസങ്ങളിൽ ജലസേചന പ്രയാസം ഒഴിവാക്കാൻ സാധിക്കും.